ധാതുവിജ്ഞാനം ഒരു പ്രത്യേക ശാസ്ത്രമെന്ന നിലയിൽ വളരെ ആധുനികമാണ്. ബൈബിൾ എഴുതപ്പെടുന്ന കാലത്ത് ഇപ്രകാരം ഒരു ശാസ്ത്രശാഖ രൂപം പ്രാപിച്ചിരുന്നില്ല. ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു ധാതുനാമത്തിന് ആധുനിക ധാതുവിജ്ഞാനത്തിലെ അർത്ഥവ്യാപ്തിയോ വിവക്ഷയോ ഉണ്ടായിരുന്നുവോ എന്ന് നിർണയിക്കുക പ്രയാസമാണ്. രത്നങ്ങളെ തിരിച്ചറിയുന്നതിലുള്ള പ്രയാസം മൂലമാണ് പല വിവർത്തനങ്ങളും ഒരേ പേരിനെ വ്യത്യസ്തമായി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ചില ധാതുക്കളെ തിരിച്ചറിയുവാൻ ഒട്ടും വിഷമമില്ല. സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങൾ. ധാതുക്കളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് രത്നങ്ങൾ, പ്രഷ്യസ് സ്റ്റോൺസ്. 2 ലോഹങ്ങൾ, മെറ്റൽസ്. 3 ഉപ്പ്, ഗന്ധകം, വെള്ളം തുടങ്ങിയ സാധാരണ ധാതുക്കൾ. ആദ്യമായി നമുക്ക് രത്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പ്രഷ്യസ് സ്റ്റോൺസ്. വർണ്ണം, സുതാര്യത, തിളക്കം, പ്രഭ എന്നീ ഗുണങ്ങളാൽ സുന്ദരവും ഈട് നിൽക്കുന്നവയുമായ കല്ലുകളാണ് രത്നങ്ങൾ. ബൈബിളിലെ ചില ധാതുക്കളെ രത്നങ്ങളാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക പ്രയാസമാണ്. ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രത്നങ്ങളെ വിവേചിക്കുന്നത്. ധാതുക്കളെ തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്വഭാവ വിശേഷമാണ് കടുപ്പം അഥവാ ഹാർഡ്നെസ്. ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥം കൊണ്ടുള്ള ഉരസലിന് വിധേയമാകുമ്പോൾ അതിന് എത്രമാത്രം ഉരസലിനെ ചെറുത്ത് നിൽക്കാൻ കഴിയും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കടുപ്പം നിർണയിക്കുന്നത്. ഓരോ ധാതുവിൻ്റെയും രാസഘടന ക്നുപ്തമായതിനാൽ കടുപ്പവും സ്ഥിരമാണ്. പോരായ്മയുണ്ടെങ്കിലും ഇന്നും ധാതുക്കളുടെ കടുപ്പം നിർണയിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നത് ജർമ്മൻ ധാതുവൈജ്ഞാനികനായ ഫ്രെഡറിക് മോയുടെ പേരിൽ അറിയപ്പെടുന്ന അളവ് പട്ടിക, മോസ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ് ആണ്. ഈ മോയുടെ അളവ് പട്ടികയിലെ ധാതുക്കളും അവയുടെ കടുപ്പത്തെക്കുറിച്ചും ഓർഡർ അനുസരിച്ച് ഒന്ന് പറയാം. ഒന്നാമത് ടാൽക്ക്, അതിൻ്റെ കടുപ്പം 1 2 ജിപ്സം, അതിൻ്റെ കടുപ്പം 2 3 കാൽസൈറ്റ്, അതിൻ്റേത് 3 ഫ്ലൂറൈറ്റ്, അതിൻ്റെ കടുപ്പം 4 അപ്പറ്റൈറ്റ്, അതിൻ്റെ കടുപ്പം 5 ഓർത്തോക്ലേസ്, അതിൻ്റെ കടുപ്പം 6 ക്വാർട്സ്, അതിൻ്റെ കടുപ്പം 7 ടോപ്പാസ്, അതിൻ്റെ കടുപ്പം 8 കോറൻഡം, അതിൻ്റെ കടുപ്പം 9 ഏറ്റവും ഒടുവിൽ വജ്രം, അതിൻ്റെ കടുപ്പം 10 ഡയമണ്ട്. ഈ പട്ടിക അനുസരിച്ച് ഏറ്റവും കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കും ഏറ്റവും കടുപ്പം കൂടിയത് വജ്രവുമാണ്. വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ വസ്തുക്കൾ ഒന്നും തന്നെയില്ല. യഥാർത്ഥ വജ്രത്തിൻ്റെ ഉപരിതലത്തിൽ മറ്റൊരു വസ്തു കൊണ്ടും പോറലേൽപ്പിക്കുവാൻ കഴിയുകയുമില്ല. 7 മുതൽ 10 വരെ കടുപ്പമുള്ളവയാണ് രത്നങ്ങൾ. ബൈബിളിലെ രത്നങ്ങളിൽ അധികവും ക്വാർട്സ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് അതിൻ്റെ കടുപ്പം 7. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28:16 മുതൽ 19 വരെ വിലയേറിയ കല്ലുകളുടെ പട്ടികയിൽ പറയുന്ന പവിഴവും പളുങ്കും രത്നങ്ങളല്ല, അവ മൃദുലങ്ങളാണ്. ബൈബിളിലെ 4 ഭാഗങ്ങളിൽ രത്നങ്ങളുടെ പേരുകൾ കാണുന്നുണ്ട്. 1 ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അഹരോൻ മാർപതക്കത്തിൽ ധരിച്ചിരുന്ന 12 രത്നങ്ങൾ. താമ്രമണി, പീതരത്നം, മരതകം, മാണിക്യം, നീലക്കല്ല്, വജ്രം, പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. പുറപ്പാട് 28 17 മുതൽ 20 വരെ, 39 10 മുതൽ 13 വരെ. ഇവിടെ കൊടുത്തിരിക്കുന്ന രത്നങ്ങളുടെ എബ്രായ പേരുകൾ കൃത്യമായി പരിഭാഷപ്പെടുത്തുവാൻ സാധ്യമല്ല. പല രത്നങ്ങളുടെയും പേർ എബ്രായയിൽ തിളങ്ങുക, പ്രകാശിക്കുക എന്നീ സമാനാർത്ഥക ധാതുക്കളിൽ നിന്ന് നിഷ്പന്നമാണ്. രത്നങ്ങളുടെ പേരുകൾക്ക് വ്യത്യസ്തമായ വിവർത്തനങ്ങൾ ഉണ്ടാവാൻ കാരണം ഇതാണ്. 2 ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28 16 മുതൽ 19 വരെ ജ്ഞാനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ പരാമർശിക്കപ്പെട്ട രത്നങ്ങൾ ഗോമേതകം, നീലരത്നം, സ്ഫടികം, പവിഴം, പളുങ്ക്, മുത്ത്,
പുഷ്പരാഗം. മൂന്നാമതായിട്ട് സോർ രാജാവിൻ്റെ അലങ്കാരരത്നങ്ങൾ: താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം. യെഹെസ്കേൽ പ്രവചനം 28:13. സെപ്റ്റുവജന്റ് ബൈബിളിലാകട്ടെ സോർ രാജാവിനെ 12 രത്നങ്ങളും സ്വർണവും വെള്ളിയും മൂടിയിരുന്നതായി പറയുന്നുണ്ട്. സെപ്റ്റുവജന്റ് ബൈബിൾ എന്ന് വെച്ചാൽ ഗ്രീക്ക് ഭാഷാന്തരം. നാലാമത് പുതിയ യെരുശലേമിൻ്റെ അടിസ്ഥാനത്തിലെ 12 രത്നങ്ങൾ: സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഢൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം എന്നിവ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 19-20 വാക്യങ്ങൾ.